ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മളെ ഹാഫ് എക്സാമിനേഷൻ അങ്ങ് അടുത്ത് വരികയാണ്. നമ്മൾ ഹാഫ് എക്സാമിനേഷന് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതായത് നമുക്ക് ഹാഫ് എക്സാമിനേഷന് പഠിക്കാനുള്ളത് സബ്സെ ബഡാ ഷോമേൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അകാൽ ഔർ ഉസ്കെ ബാദ്, ടാക്കൂർ കാ കുആം, വസന്ത് മേരെ ഗാവ് കാ, ദിശ ഹിന്ദ് ദിശ എന്നീ 5 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഈ 5 ചാപ്റ്ററിലായിട്ട് കഴിഞ്ഞ 5 വർഷം ഹാഫ് എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും ഫൈനൽ എക്സാമിനേഷനും ഈ 5 പാഠങ്ങളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം 3 പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന മുഴുവൻ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 എക്സാമിൻ്റെയും ഹാഫ് ഇയർലി എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ, ഫൈനൽ എക്സാമിനേഷൻ, ഇങ്ങനെ 5 വർഷങ്ങളിൽ ഒരു വർഷം 3 പരീക്ഷകളിൽ ചോദിക്കുന്ന ഈ 5 പാഠങ്ങളിലെ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മക്കളെ നിങ്ങൾ അവസാനം വരെ കാണണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റെഫർ ചെയ്തതിന് ഒരു ഫലമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് സബ്സെ ബഡാ ഷോമേൻ എന്നാണ്. ഈ സബ്സെ ബഡാ ഷോമേനിൽ നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമത് മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും 3 മാർക്കിന്. മാച്ച് ദ ഫോളോവിംഗ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായ ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ സാധാരണ ഡിസോർഡർ ആയിട്ടാണ് തരേണ്ടത്, പക്ഷേ ഞാൻ കറക്റ്റ് ഓർഡർ കൊടുത്തിരിക്കുന്നു. ഇത് പഠിച്ചു വെക്കുക. ഇങ്ങനെ വന്നാൽ ഒന്ന്, മാം കി ആവാസ് ഫുസ്ഫുസാവട്ട് മേ ബദൽ ഗയി, അമ്മയുടെ ശബ്ദം പരിപരിപ്പോടുകൂടി മാറി പോവുകയാണ് ചെയ്തത്. 2, മാനേജറിനെ ചാർലിക്കോ സ്റ്റേജ് पर भेजने का हट किया, സ്റ്റേജിൽ കയറ്റാൻ വേണ്ടി വാശി പിടിച്ചു. ദർശക ഖുഷി സെ, കാഴ്ചക്കാർ സന്തോഷത്തോടു കൂടി താലിയാം ബജാനിലേക്ക് ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത് ഡിസോർഡർ ആയിട്ട് തരും, അത് ഓർഡർ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത് ശരിയായ പിക്ചറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്ക്, ചാർലി കോ സ്റ്റേജ് पर ഗാന പടാക്യോം, ചാർലി കോ സ്റ്റേജ് पर ഗാന പട, ചാർലിക്ക് സ്റ്റേജിൻ്റെ മുകളിൽ ഗാന പട പാടേണ്ടി വന്നു. ചാർലിക്ക് പാട്ട് പാടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഉത്തരം? മാം കോ ആവാസ് ഫട്നെ സെ, അമ്മയുടെ പാട്ട് തകരാറായി പോയത് കൊണ്ട്. ദർശകോ കി മാങ് സെ, ഓഡിയൻസിൻ്റെ നിർദ്ദേശപ്രകാരം. മാം കെ ദോസ്തോ കെ ഖാനെ സെ, അമ്മയുടെ സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ട്. മാം കി ജിദ് സെ, അമ്മയുടെ വാശി കാരണം. ഇതിലേത് പ്രശ്നം കാരണമാണ് ചാർലി ചാപ്ലിൻ സ്റ്റേജിൻ്റെ മുകളിൽ പാട്ട് പാടാൻ തുടങ്ങിയത്? ഉത്തരം നമ്മൾ വളരെ ക്ലിയർ ആണ്. ഉത്തരം നമ്മളിതാണ്, മാം കി ആവാസ് ഫട്നെ സെ എന്നതാണ് ഉത്തരം. മാം കി ആവാസ് ഫട്നെ സെ, അമ്മയുടെ പാട്ട് തകരാറായി പോയില്ലായിരുന്നെങ്കിൽ ചാർലിക്ക് സ്റ്റേജിൽ കയറാൻ അവസരം ഉണ്ടായിരുന്നില്ല, അവൻ പാട്ട് പാടാൻ അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചാർലി ചാപ്ലിൻ സ്റ്റേജിൽ കയറി പാട്ട് പാടാനും കലാപരിപാടി അവതരിപ്പിക്കും കാരണം പ്രധാനമായിട്ട് മാം കി ആവാസ് ഫട്നെ സെ എന്ന് പറയുന്ന ഒന്നാമത്തെയാണ് ഉത്തരം. ഓക്കെ മക്കളെ, രണ്ടാമത്തെ ചോദ്യം, ചാർലി കി കിസ് ഘോഷണാനെ, ചാർലി സ്റ്റേജിൽ കയറി നടത്തിയ ഏത് അനൗൺസ്മെൻ്റ് ആണ് ഹോൾ കോ അംസീഗർ മേ തബ്ദീൽ കർ ദിയ? ചാർലിയുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ ചിരിക്കുമ്പോൾ ചാർലി അതിൻ്റെ ഇടയ്ക്ക് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ആ അനൗൺസ്മെൻ്റ് ആണ് പിന്നീട് അതൊരു ചിരിമന്ദിരമാക്കി മാറ്റിയത്, ഹാളിനെ ചിരിമന്ദിരമാക്കി മാറ്റിയത്. ആ അനൗൺസ്മെൻറ്റ് എന്തായിരുന്നു? എന്താ മക്കളെ ഉത്തരം? ആ ഉത്തരം ഇങ്ങനെയാണ്, പഹലേ ആദ്യം മേ ഏ പൈസ ബട്ടൂറുങ്ക. അവൻ പാട്ട് പാടുമ്പോൾ ഓഡിയൻസ് സ്റ്റേജിലേക്ക് പണം എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനേജർ എന്ത് ചെയ്യുന്നു? ഈ പണം ഇങ്ങനെ പറന്നു പോകുമ്പോൾ മാനേജർ എടുക്കാൻ വരുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത് എന്ത്? ആ പണം സ്റ്റേജിലേക്ക് ആളുകൾ ഇങ്ങനെ എറിയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ആദ്യം പണം എടുക്കട്ടെ, അതിനുശേഷം ഞാൻ പാടി തരാം. അപ്പം അത് കേട്ടപ്പോൾ പാട്ട് നിന്നല്ലോ, മാനേജർ പണം എടുക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇയാൾ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പാടുക, മാനേജർ പണം എടുക്കുന്നത് ശരിയാവില്ല. അങ്ങനെ മാനേജർ പണം എടുക്കാൻ സമ്മതിക്കാതെ മാനേജർ പിറകോട്ട് പോയി. അപ്പോൾ എടുത്ത പണം കിട്ടാൻ വേണ്ടി ചാർലി സ്റ്റേജിൻ്റെ പിറകിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ചാർലി കി കിസ് ഘോഷണാനെ ഹോൾ കോ അംസീഗർ മേ തബ്ദീൽ കർ ദിയ. ചാർലിയുടെ ഏതൊരു അനൗൺസ്മെൻ്റ് ആണ് അതൊരു ചിരിമന്ദിരമാക്കി മാറ്റിയത്? ഉത്തരം, പഹലേ മേ ഏ പൈസ ബട്ടൂറുങ്ക, ആദ്യം ഞാൻ ഈ ക്യാഷ് ഒന്ന് എടുത്തു വെക്കട്ടെ, ഓർ ഉസ്കെ ബാദ് ഈ ഖാവുങ്ക, അതിനുശേഷം ഞാൻ പാടിത്തരാം. ഘോഷണാനെ ആ ഒരു അനൗൺസ്മെൻ്റ് ആണ് ഹാളിനെ ഹംസീഗർ മേ ചിരിമന്ദിരത്തിലേക്ക് തബ്ദീൽ കർ ദിയ, പരിവർത്തനം ചെയ്തത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത മക്കളെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 3 സഹി പ്രസ്താവ് ചുൻകറിലേക്ക്, ഇതിൽ നിന്ന് 3 ശരിയായത് തിരഞ്ഞെടുത്തതാണ്. എല്ലാം നമുക്ക് നോക്ക്. ചാർലി കാ ഗാന സുൻകർ ലോഗ് ഖുഷ് ഹോഗെ, ചാർലിയുടെ പാട്ട് കേട്ട് ജനങ്ങൾ ഹാപ്പിയായി. ശരിയാണോ? ആലോചിക്കാം. 2, ചാർലി കെ ഗാനേസെ ലോഗ് കോലാഹൽ മച്ചാനിലേക്ക്, ചാർലിയുടെ പാട്ട് കേട്ടപ്പോൾ ജനങ്ങൾ കോലാഹലം ഉണ്ടാക്കിയോ? ഒരിക്കലും കോലാഹലം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? ആ ഉത്തരം തെറ്റാണ്. ഓക്കെ, അടുത്ത നോക്കിയ മക്കളെ,
ചാർലിക്ക് അടുത്തത് ചാർലിക്കോ ശങ്ക ഹുയി, ചാർലിക്ക് ഡൗട്ട് വന്നു കി മാനേജർ പൈസ ലേന ചാത്തെ, മാനേജർ പണം എടുക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ, അത് ഡൗട്ട് തോന്നിയാലേ ശരിയായിട്ടുള്ളത് തന്നെയാണ്. ചാർലിക്ക് മാം പൈസ ബട്ടോറിനിലേക്ക്, ചാർലിയുടെ അമ്മ ക്യാഷ് കളക്ട് ചെയ്യാൻ തുടങ്ങി, ഉണ്ടോ ഇല്ല, അത് തെറ്റാണ് അല്ലേ, ശരി. പിന്നെ അടുത്ത് നോക്ക്, അടുത്ത എന്താണ്, ചാർലിനെ പൈസ ബട്ടോറിനെ ബാദ് ഗാന ചാഹ, ചാർലി പണം എടുത്തു വെച്ചതിന് ശേഷം പാടാൻ ആഗ്രഹിച്ചു. ഏതാണ് ഇതിൽ നമ്മൾ കറക്റ്റ് 3 ആൻസറാണ് നമുക്ക് വരേണ്ടത് അല്ലേ, ഏറ്റവും സഹി 3 പ്രസ്താവിലിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഒന്നാമത്തെ ഉത്തരം ചാർലി കാ ഗാന സുൻകർ ലോഗ് ഖുഷ് ഹോഗെ, ചാർലിയുടെ പാട്ട് കേട്ട് ജനങ്ങൾ സന്തോഷവാന്മാരായി. ഓക്കെ, അടുത്തത് ഇങ്ങനെയാണ്, ചാർലിക്കോ ശങ്ക ഹുവ കി മാനേജർ പൈസ ലേന ചാത്തായെ, ചാർലിക്ക് ഡൗട്ട് തോന്നി മാനേജർ പണം എടുക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന്. അടുത്തത് നോക്കേ, ചാർലിനെ പൈസ ബട്ടോർനെ കെ ബാദ് ഗാന ചാഹ, ചാർലി ചാർലി പണം എടുത്തതിന് ശേഷം പാടാൻ ആഗ്രഹിച്ചു, അതും ശരിയാണ്. ഇങ്ങനെ ഈ 3 എണ്ണമാണ് ശരിയുള്ളത്, ഇത് 2ഉം തെറ്റാണ്. ആ ശരിയുള്ളതാണ് നമ്മൾ 3 എണ്ണം അടിയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ് മക്കളെ. ഇനി നമ്മളോട് ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഗ്രാമർ സെക്ഷനിലെ ചോദ്യമാണ്. സഹി വാക്യ ചുൻകറിലേക്ക്, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് ഇതാണ്. ചാർലി ഗീത് ഗാനി ലഗെ, ചാർലി ഗീത് ഗാന ലഗ, ചാർലി ഗീത് ഗാനേ ലഗ, ചാർലി ഗീത് ഗാനേ ലഗി. ഇവിടെ നോക്ക്, ആദ്യത്തെ മുഴുവൻ ചാർലിയാണ്, രണ്ടാമത്തെ മുഴുവൻ ഗീതാണ്, പിന്നത്തതാണ് പ്രയാസങ്ങൾ വരുന്നത്. ഇവിടെ നോക്ക്, ഗാനി ഉണ്ട്, ചാർലി ആണായതുകൊണ്ട് ഗാനി ലഗ എന്ന് വരില്ല. ചാർലി ഇവിടെ ആണായതുകൊണ്ട് ഗാന ലഗ ഉണ്ട്, ഒന്ന് വന്നിട്ടുണ്ട്. ചാർലി ഉണ്ട് ഇവിടെ, ഗീത് ഗാനേ ലഗ ഉണ്ട് ഇവിടെ. ചാർലി ഉണ്ട് ഇവിടെ, ഗീത് ഗാനേ ലഗിയുണ്ട്. ഇവിടെ നമുക്ക് തോന്നും പെട്ടെന്ന് ഇതാണ് ശരി എന്നങ്ങ് തോന്നിപ്പോവും. പെട്ടെന്ന് നമുക്ക് ഇതാണ് ചാർലി ഗീത് ഗാന ലഗ എന്നാണ് ശരി എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ എവിടെയാണോ ലഗ് പ്രയോഗിക്കുന്നത്, ലഗിൻ്റെ തൊട്ട് ബേക്കലെ വാക്ക് നേ 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 എന്നുണ്ടായിരിക്കണം നിർബന്ധം. അപ്പോൾ അത് നീയാണ്, അത് പറ്റില്ല. ഇവിടെ നേ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 2ൽ ഏതാണ് വരേണ്ടത്? ചാർലി ഗീത് ഗാനേ ലഗ ഉണ്ട്, ചാർലി ഗീത് ഗാനേ ലഗി ഉണ്ട്. ചാർലി ഗീത് ഗാന ലഗ, അവിടെ നേ ഇല്ലാത്തതുകൊണ്ട് ഇത് തെറ്റാണ്. പക്ഷേ ഗാനേ ഉണ്ട്, ഇവിടെയും ഗാനേ ഉണ്ട്. ഇതിലേത് ശരി വരും? ചാർലി സ്ത്രീ അല്ല, ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗാനേ വന്നതിന് ശേഷം ലഗ വരുന്നതാണ് ശരിയാകുന്നത്. ചാർലി സ്ത്രീ ആയിരുന്നെങ്കിൽ മാത്രമേ ഗാനേ ലഗി എന്നുള്ള വരൂ. കർത്താവിനനുസരിച്ച് ലഗിനെ മാറ്റണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിയായ ഉത്തരം വരുന്നത് ഏതാണ്? ചാർലി ഗീത് ഗാനേ ലഗ എന്നുള്ളതാണ് ഏറ്റവും ശരിയായ. ചാർലി ഗീത് ഗാനേ ലഗ എന്ന് പറയുന്നതാണ് ശരിയായത്. ചാർലി ഗീത് ഗാനേ ലഗ എന്നുള്ളതാണ് ശരിയായത്. ഓക്കെ, കണ്ട മക്കളെ? യെസ്. അടുത്ത ചോദ്യം നമുക്ക് വരുന്നത് ശ്രദ്ധിച്ചോ. പഹലേ മേ യേ പൈസ ബട്ടൂറുങ്ക, ആദ്യം ഞാൻ ഈ ക്യാഷ് ഒന്ന് എടുത്തു വെക്കട്ടെ. ഐസ കിസ്നെ കഹ, അങ്ങനെ ആര് പറഞ്ഞു എന്നാ? ആരാ പറഞ്ഞത് ഞാൻ ആദ്യം ക്യാഷ് എടുത്ത് വെക്കട്ടെ എന്ന്? പാടുന്ന സമയത്ത് സ്റ്റേജിലേക്ക് മുഴുവൻ ആളുകൾക്ക് ഇങ്ങനെ പൈസ എറിഞ്ഞ സമയത്ത് ആരാ പറഞ്ഞത്? ചാർലിനെ കഹ. ആരാ ഉത്തരം പറഞ്ഞത്? അങ്ങനെ ചാർലിയാണ് അങ്ങനെ ഉത്തരം പറഞ്ഞത്. അടുത്ത ചോദ്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്ക്. പ്രസിദ്ധ കേലിയെ പ്രയുക്ത ശബ്ദ കോൻസാഹേ, ഈ പാഠത്തിൻ്റെ അകത്ത് പ്രസിദ്ധ എന്ന അർത്ഥം വരാൻ വേണ്ടി ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഏതാണ്? ചല്ല എന്നാണോ? ചല്ല എന്ന ചുരുൾ എന്നാണ് അർത്ഥം. മുബാഹിസ എന്നാണോ? മുബാഹിസ എന്ന തർക്കം എന്നാണ് അർത്ഥം. ബച്ചാവ് എന്നാണോ? ബച്ചാവ് എന്ന രക്ഷപ്പെടുക എന്നാണ് അർത്ഥം. ശരിക്ക് പ്രസിദ്ധ എന്നുള്ളതിന് മഷ്ഹൂർ എന്ന വാക്കാണ് ഏറ്റവും ശരിയായത്. മഷ്ഹൂർ എന്ന വാക്കാണ് ഏറ്റവും ശരിയായത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചോദിക്കേണ്ടത് മാച്ച് ദ ഫോളോയിൽ വേറൊന്ന് വരാൻ പോകുന്നു. ഈ പാഠത്തിലെ അവസാനം നോക്ക്, ഇവിടെ ഡിസോർഡർ ആയിട്ട് കൊടുക്കും, പക്ഷെ നമ്മൾ ശരിയായിട്ട് തന്നെയാണ് കൊടുത്തത്. നോക്കിക്കോളൂ, പലതവണ ചോദിച്ചാണ്. മാനേജർ ചാർലിക്കോ മഞ്ച് പർലായ, മാനേജറാണ് ചാർലിയെ മഞ്ചിൽ കൊണ്ടുവന്നത്, സ്റ്റേജിൽ കൊണ്ടുവന്നത്. മാം കി ആവാസ് ബഡ്കർ, അമ്മയുടെ ശബ്ദം പൊട്ടിയിട്ട് ഫുസ്ഫുസാവട്ട് മേ ബദൽ ഗയി, പരിപരിപ്പോട് മാറിപ്പോയി. ചാർലിനെ ഗീത് ഗാന ശുരു കർ ദിയ, ചാർലി പാട്ട് പാടാൻ ആരംഭിച്ചു. ദുൻകെ അനുസാർ, താളത്തിനനുസരിച്ച്. ഗാന സജിനെ, രാഗത്തിനനുസരിച്ച്. ദുൻകെ അനുസാർ, അവൻ പാടുന്ന രാഗത്തിനനുസരിച്ച്. ഗാന സജിഗയ, പാട്ട് അലങ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ആഫിയൽ എക്സാമിനേഷന്, മോഡൽ എക്സാമിനേഷന്, ഫൈനൽ എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്നത് ചാർലി ചാപ്ലിൻ്റെ പാഠത്തുനിന്ന്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠം നമുക്കിതാ അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന കവിതയാണ്, നാഗാർജുൻജിയുടെ. ഇതിന് 4 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണ് വരുന്നത് സാധാരണ നമ്മൾ നോക്കും. കൈ ദിനോ തക്ക് ചുൽഹാ റോയ ചക്കി രഹി ഉദാസ്, ഒരുപാട് നാളുകളായിട്ട് ചുൽഹാ റോയ, അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്, ചക്കി എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല് ഉദാസമായിരിക്കുന്നു. കൈ ദിനോത്തൊക്കെ കാനി കുത്തിയ സോയുൻ കെ പാസ്, ഒരുപാട് നാളുകളായി ഒറ്റക്കണ്ണം പട്ടി അതിൻ്റെ 2ൻ്റെയും അടുത്ത് പോയി കിടക്കുന്നു. കൈ ദിനോത്തൊക്കെ ലഗി ബീത്ത് പർ ചിപ്കലിയോ കെ ഗസ്ത്, നിരവധി ദിവസങ്ങളായി ചുമരിലൂടെ പല്ലികൾ അലഞ്ഞോടി നടക്കുന്നു.
കൈ ദിനോത്തൊക്കെ ചൂഹോം ക്യൂ ബി ഹാലത്ത് രഹി ശിക്കസ്ത്. ഒരുപാട് ദിവസങ്ങളായി പട്ടിണി കാരണം എലികളുടെ അവസ്ഥയും വളരെ ദയനീയമാണ്. എന്നിട്ട് ചോദ്യം അതുമായി ബന്ധപ്പെട്ട് 1 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഇത്രയാണ് ചോദിച്ചത്. കവിതയ്ക്ക് ആധാർ പർ സഹി പ്രസ്താവ ചുനെ. കവിതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് താഴെ തന്നിരിക്കുന്ന വരികളിൽ ഏതാണ് ശരിയായ പ്രസ്താവന? 1. അകാൽ കി ദയനീയ സ്ഥിതി കവർണൻ. അകാലത്തിന്റെ ക്ഷാമത്തിന്റെ ദയനീയമായ വർണ്ണനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ശരിയോ തെറ്റോ? അല്ലെങ്കിൽ അകാൽ കെ ബാദ് കവർണൻ ക്ഷാമത്തിന് ശേഷമുള്ള വർണ്ണനയാണോ? അകാൽ और उसके बाद का वर्णन ക്ഷാമത്തിന് ശേഷവുമുള്ള വർണ്ണനയാണോ? ശരി. ഏതാ ശരിയായ ഉത്തരം? അകാൽ കി ദയനീയ സ്ഥിതി का वर्णन है. ക്ഷാമത്തിന്റെ ദയനീയമായ സ്ഥിതിയുടെ വർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഉത്തരം. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഇൻ പങ്ക്തിയോമേ, ഈ വരികളിൽ കിസ്ക വർണ്ണന ഹേ. ഈ മുകളിൽ നമ്മൾ വായിച്ചല്ലോ 4 വരി. ആ വരിയിൽ ഏതിൻ്റെ വർണ്ണനയാണ്? ഗരീബി ക ദാരിദ്ര്യത്തിൻ്റെ, അമീരി ക സമ്പന്നതയുടെ, അകാൽ ക ക്ഷാമത്തിൻ്റെ. ഏതാ ഈ 4 വരി നമ്മൾ വായിച്ചത്? ആ ഉത്തരം നമുക്ക് ഇതിനാണ് ശരി. അകാൽ ക ക്ഷാമത്തിൻ്റെതാണ് വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം. ചക്കി രഹി ഉദാസ്. ആട്ടുകൽ ഉദാസമായിരിക്കുന്നു. സേ കവി ക്യാ കഹനാ ചാത്തെ. ആ പ്രയോഗത്തിലൂടെ കവി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ്. ഉത്തരം ഇങ്ങനെയാണ്. അകാൽ കെ കാരൻ, ക്ഷാമം കാരണം ഗർമേ പീസിനെ കേലിയെ, വീട്ടിൽ പൊടിക്കാൻ വേണ്ടി അനാജിനെ ഹി ധാ, ധാന്യമണികളില്ലായിരുന്നു. ഇസ്ലിയെ ചക്കി ഉദാസ് ഹോ ഗയ, അതുകൊണ്ടാണ് ആട്ടുകൽ ഉദാസമായിരിക്കുന്നത് എന്ന് കവി വർണ്ണിക്കാൻ കാരണം. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ദീവാർ കെ സമാനാർത്ഥ ശബ്ദ കവിതാംശം സേ പഹചാൻ കർ. ഈ കവിതയുടെ അകത്ത് 4 വരി കവിത നമ്മൾ നേരത്തെ വായിച്ചല്ലോ. അതിൻ്റെ അകത്ത് ദീവാർ എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട്. അതേതാണ് ആ വാക്ക്? ആ വാക്കാണ് ബീത്ത് എന്ന് പറയുന്ന വാക്ക് അല്ലേ? ബീത്ത് പർ ചിപ്കലിയും ബീത്ത് നീതിയിലെ ചുമരിൻ്റെ മുകളിൽ, ദീവാറിൻ്റെ മുകളിൽ. അടുത്ത ചോദ്യം ഇതാണ്. അകാൽ മേ ചൂഹോം കി ക്യാ ഹാലത്ത് ഹെ. ക്ഷാമമുണ്ടായപ്പോൾ എലികളുടെ അവസ്ഥ എന്താണ്? ഉത്തരം അകാൽ മേ ചൂഹോം കി ഹാലത്ത് ശിക്സ് തരഹി, ദയനീയമായ അവസ്ഥയാണ് എലികളുടെ അവസ്ഥ. അടുത്ത ചോദ്യം. കോൻ രോയാ ഹുവാ ഹെ. ആ ക്ഷാമം കാരണം അവിടെ ആരാണ് കരയുന്നത്? ഉത്തരം ഇങ്ങനെയാണ്. ചുൽഹ. ചുൽഹ എന്ന് പറഞ്ഞാൽ എലി എന്നല്ല അർത്ഥം. ചൂഹ എന്ന് പറഞ്ഞാലാണ് എലി വരുന്നത്. ഇവിടെ ചുൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പാണ്. ചൂഹ എന്ന് പറഞ്ഞാലാണ് നമുക്ക് എലി വരുന്നത്. ഇവിടെ ചുൽഹ എന്നാണ്. ചുൽഹ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുപ്പ് കരയുന്നു എന്നാണ്, കത്താതിരിക്കുന്നു എന്നർത്ഥം. അപ്പം ചിരിക്കുന്ന അടുപ്പോ, ആളി കത്തുന്ന അടുപ്പ് ചിരിക്കുന്ന അടുപ്പുമാണ്. ഓക്കെ മക്കളെ, ഇനി നമ്മൾ ചോദിക്കുന്നു ചക്കി കി ഹാലത്ത് കൈസി ഹെ. ചക്കി, ആട്ടുകല്ലിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അതിൽ പറയുന്നു ചക്കി ഉദാസ് രഹി അല്ലേ? ചക്കി എന്താകുന്നു? ചുൽഹ രോയ, അടുപ്പ് കരയുന്നു. ചക്കി ഉദാസ് രഹി, ഉദാസമായിരിക്കുന്നു. അടുത്തത് ബീത്ത് പർ കോൻ ഗസ്ത് കർത്തി ഹേ. ചുമരിലൂടെ അലയുന്നത്, അതാ ദീവാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമായി ബീത്താണ്. ബീത്ത് പർ ചുമരിലൂടെ, ദീവാർ പർ കോൻ ഗസ്ത് കർത്തി ഹേ, അലയുന്നത് ആരാണ്? ഉത്തരം ചിപ്കലിയവും, പല്ലികളാണ് ഇങ്ങനെ അലയുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നോക്ക്. കോൻ ശിക്കസ്ത് മേ പടി ഹേ. ആരാണ് ദയനീയമായ അവസ്ഥയിലേക്ക് പെട്ടത്? ഉത്തരം ചൂഹ, എലിയാണ് ദയനീയമായ അവസ്ഥയിൽപ്പെട്ടത്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ഗർഭർ കി ആംഗേം, വീട്ടിലുള്ള സകല ജീവികളുടെയും കണ്ണുകൾ. ഇസ്കാ മത്ലബ് ക്യാ ഹേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഗർവാലെ ഓർ വഹാം കെ സാരെ ജീവജന്തു. അതായത് ഗർഭർ കി ആംഗേം, വീട്ടിൽ നിറയെ ഉള്ളവരുടെ കണ്ണുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഗർവാലെ വീട്ടുകാരെയും, ഓർ വഹാം കെ സാരെ ജീവജന്തു, അവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളെയാണ് ഗർഭർ കി ആംഗേം, വീട്ടിലുള്ളവരുടെ കണ്ണുകൾ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠം ഠാക്കൂർ കാ കുആമാണ്. ഠാക്കൂർ കാ കുആമിൽ നമുക്കിതുപോലെ 1 മാർക്കിനും 2 മാർക്കിനും ആഫിയൽ എക്സാമിനേഷനും അതുപോലെ തന്നെ മോഡൽ എക്സാമിനേഷനും ഫൈനൽ എക്സാമിനേഷനും കഴിഞ്ഞ 5 വർഷങ്ങൾ ചോദിച്ച ഏതെല്ലാം ചോദ്യങ്ങളാണുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് മക്കളെ, ശ്രദ്ധിച്ചോളൂ. യഹാം പാനി കി, ചോദ്യം ഇതാണ്. യഹാം പാനി കി ഖരാബി ദൂർ കർനെ കാ ക്യാ ഉപായ് ബതായാ ഗയാ ഹെ. യഹാം, ഇവിടെ പാനിക്ക്, വെള്ളത്തിൻ്റെ ഖരാബി, ദുർഗന്ധമായ ചീത്തയായ അവസ്ഥ, ദൂർ കർനേക്ക, ഇല്ലാതാക്കാൻ, ക്യാ ഉപായ് ബതായാ ഗയാ ഹെ, എന്തുപായമാണ് അവിടെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്? പാനിക്കോ ഉബാൽ ദേനേസെ ഉസ്കി ഖറാബി ദുർജാത്തി. വെള്ളത്തെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാലിന്യങ്ങൾ പോകും. പക്ഷേ അത് ഗംഗയ്ക്ക് അറിയില്ലാമായിരുന്നു. അതുകൊണ്ട് അവൾ വേറെ വെള്ളം എടുക്കാൻ പോകുന്നു. അടുത്ത ചോദ്യം. സഹി വികൽപ്പ് ചുൻകറിലേക്ക്, ശരിയായ വരി ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് എഴുതാൻ. ഓപ്ഷൻ നോക്ക്. ഗംഗി ബോൽത്താഹേ. ഗംഗി സ്ത്രീയാണ്. ബോൽത്താഹേ എന്ന് എന്തായാലും പറയില്ല. ഗംഗി ബോൽത്തേഹേ, ഒരുപാട് ആളില്ല. ഗംഗി ബോൽത്തേഹേ എന്ന് പറയണേ കുറേ ആൾ വേണം. പിന്നെ നോക്ക്, ഗംഗി ബോൽത്താഹും. ഗംഗി ഒരാളേ ഉള്ളൂ, പക്ഷേ ബോൽത്താഹു എന്ന് പറയില്ല. ഗംഗി ആകുമ്പോൾ മേം കർത്താവാണെങ്കിലാണ്, ഇവിടെ മേം എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഹും വെക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഗംഗി ബോൽത്തി ഹേ. ഏതാ ശരി? ഈ സെൻറ്റൻസ് ആണ് നമുക്ക് ശരി വരുന്നത്. ഗംഗി
ബോൽത്തി ഹേ എന്ന് പറയുന്നതാണ് ശരി. ഇതാ ഈ വാക്യം. ഓക്കെ, യെസ്, മറന്നുപോയത് മക്കളെ, ഇതാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. കറക്റ്റ് ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ സാധാരണ ഡിസോർഡർ ആയിട്ടാണ് തരിക. നോക്കിയേ നമ്മൾ, റിവാജി പാബന്തിയോ കാ, പരമ്പരാഗതമായ സമ്പ്രദായങ്ങളെ വിരോധ കർണ ചാഹിയെ, തകർത്തെറിയണം. പരമ്പരാഗതമായ എല്ലാ ദുഷിച്ച അവസ്ഥയും നമ്മൾ തകർക്കണം. ഉച്ചനീചിക്ക ഭേദഭാവ്, ഉയർന്നവനും താഴ്ന്നവനും എന്നുള്ള വ്യത്യസ്ത ഭാവങ്ങളെ സ്വസ്ഥ സമാജിക്ക ലക്ഷൺ നഹിയെ. ഇവിടെ സമാജ് എന്നാണ്, സാജ് എന്നാണ് ഇവിടെ ഉള്ളത്. ശരിക്കും എന്താ വേണ്ടത്? സമാജ് അല്ലേ? സമാജിക്ക ലക്ഷൺ നഹിയെ, നല്ല സമൂഹത്തിൻ്റെ ലക്ഷണമല്ല. പിന്നെ നമ്മൾ പറയുന്നു ചണ്ടേ ലോക്, സവർണരായ ആളുകൾ, ഉയർന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ, അപരാധ കർത്തയെ, അവരാണ് തെറ്റും ചതിയൊക്കെ ചെയ്യുന്നത്. ഠാക്കൂർ കെ കുവൻ കാ പാനി, ഠാക്കൂറിൻ്റെ കിണറിലെ പാനി എന്നാണ്, ഒരു ദീർഘം വേണം, പാനി. സാരാ ഗാവ് പീത്താഹെ, ഗ്രാമീണർ മുഴുവൻ കുടിക്കുന്നു എന്നതാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇത് ശരിക്കും ഞാൻ ഓർഡറാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഡിസോർഡർ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, 76ാമത്തെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നാമത്തെ പാഠം മുതൽ ഇങ്ങനെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇട്ടുമ്പോൾ നമുക്ക് സഹി പ്രസ്താവ് ചുൻകറിലേക്ക്, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തതാണ്. ഇവിടെ നോക്ക്, ലോട്ടേമേ ഗന്ദ ജൽ ബരാദ, ലോട്ടേമേ സാഫ് ജൽ ബരാദ, ലോട്ടേമേ മീഠ ജൽ ബരാദ, ലോട്ടേമേ ഗരം ജൽ ബരാദ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ലോട്ടയാണ്, ഇവിടെ എല്ലാം മേ ആണ്, ജൽ ഇവിടെയൊക്കെ ജലാണ്, ഇവിടെയൊക്കെ ബരാണ്, ഇവിടെയൊക്കെ ദായാണ്, ശരിയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രം, ബാക്കിയെല്ലാം റെഡിയാണ്. അങ്ങനെയാണ് ലോട്ട എന്ന് പറഞ്ഞാൽ ആ ജോക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളപ്പാത്രത്തിനാണ് ലോട്ട എന്ന് പറയുന്നത്, മുന്താമുരുട എന്നൊക്കെ പറയുന്നത്. അതിൽ ഗന്ധാ ജലാണോ, സാഫ് ഗന്ധാ മലിനമായ ജലമാണോ, സാഫ് വൃത്തിയുള്ള ജലമാണോ, മീഠ മധുരമുള്ള ജലമാണോ, ഗരം ചൂടുള്ള വെള്ളമാണോ? ജോക്ക് കുടിക്കാൻ നോക്കുന്നത് ദുർഗന്ധമുള്ള വെള്ളമാണ്. അപ്പോൾ ഗന്ധാ ജൽ ബരാധ എന്നാണ്, ദുർഗന്ധമുള്ള വെള്ളമാണ് നിറഞ്ഞിരുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റായ ശരി. ഓക്കെ, യെസ് മക്കളെ. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഇതാണ്, ഗംഗി ഠാക്കൂർ കെ കുവൻ സെ പാനി ലേ നഹി സക്തി തി. ഗംഗിക്ക് ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ലായിരുന്നു. ക്യോം, എന്തുകൊണ്ട് എന്നാണ് ഉത്തരം. ഠാക്കൂർ കെ കുവൻ ക പാനി ഗന്ധാത, ജന്മിയുടെ കിണറിലെ വെള്ളം മലിനമായി ആണോ? അടുത്തത്, ഠാക്കൂർ കെ കുവമേ ജാൻവർ മർപടാത, ജന്മിയുടെ കിണറിൽ മൃഗങ്ങൾ വീണ് ചത്തിട്ടുണ്ട് ആണോ? അല്ല. ഗംഗി നിമ്ന ജാതിക്ക് മാനി ജാതി, അവൾ താഴ്ന്ന ജാതിയിലാണ് സമൂഹം കണക്കാക്കപ്പെടുന്നു, അങ്ങനെയാണ് താനും, അതുകൊണ്ട് വെള്ളം എടുക്കാൻ പറ്റില്ല. ഏതാണ്? ഠാക്കൂർ കാ കുവാം ഗാവ് കെ ഉസ് സിരേ പർ ഹേ, ജന്മിയുടെ കിണർ ഗ്രാമത്തിൻ്റെ മറ്റേ അറ്റത്താണ്. ഏതാണ്? താഴ്ന്ന ജാതി പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് വെള്ളം എടുക്കാൻ പറ്റാതായി പോകുന്നത് അല്ലേ? ഇതാണ് നിമ്ന ജാതിക്ക് മാനി ജാതി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ജോക്കു കെ സ്ഥാൻ പർ ഗംഗി കാ പ്രयोग करके वाक्य का पुनर्लेखन करें. ഇവിടെ ജോക്കു ഗന്ധാ പാനി പി രഹാ ഹേ എന്നാ. ജോക്കുവിനെ മാറ്റിയിട്ട് നമ്മൾ ഗംഗിയാണെങ്കിൽ ഗംഗി ഗന്ധാ പാനി പി രഹാ ഹേ എന്നുള്ളത് എന്താവും? രഹി ഹേ എന്നാവും. അതാണ് ഉത്തരം. നോക്കൂ, ജോക്കു ഗന്ധാ പാനി പി രഹി ഹേ എന്ന് വരണം. ഇവിടെ നമ്മൾ എന്താക്കും? പി രഹി ഹേ, ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യെസ്, അടുത്ത ചോദ്യം നോക്ക്. അടുത്ത ചോദ്യം, ഠാക്കൂർ ഓർ സാഹു കെ ദോ കുവേം തോ ഹേ. ഠാക്കൂറിനും ജന്മിക്ക് 2 കിണറുണ്ട്. ക്യാ ഏക്ക് ലോട്ട പാനി ഇന്ന പറഞ്ഞതെങ്കിൽ, എന്താ ഒരു മുന്ത വെള്ളം എടുക്കാൻ അനുവദിക്കില്ലേ? യെ കിസ്കാ കഥൻ ഹേ, ഇത് ആരുടെ വാക്കാണ് അല്ലേ? ഇത് ആരുടെ വാക്കാണ്? ഉത്തരം, ഗംഗി കാ കഥൻ ഹേ, ഗംഗി പറയുന്നതാണ്. ജോക്കുവിൻ്റെയോ അതുപോലെ തന്നെ ഠാക്കൂറിൻ്റെ ഏതെങ്കിലും കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് ആരാ ചോദ്യമാണ്? ഇത് ശരിക്കും ഗംഗിയുടെ ചോദ്യമാണ്. അപ്പോഴാണ് നമ്മുടെ ജോക്ക് പറയുന്നത്, കാലും കൈയും മറ്റു തൂങ്ങിയാണ് നീ ഇങ്ങോട്ട് വരിക, ആരും വെള്ളം എടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതി സംസാരിക്കുന്നു. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം, വാക്യ പിരമിഡ്ക്ക് പൂർത്തിക്കാരെ. ഇവിടെ പാനി ഉണ്ട്, മൈലാഗന്ധ ഉണ്ട്, ലോട്ടേസ ഉണ്ട്, എന്നിട്ട് ജോക്കു പി രഹാദ എന്നുണ്ട്. അപ്പോൾ ജോക്കു പാനി പി രഹാദ എന്ന് എഴുതണം, ജോക്കു മൈലാഗന്ധ പാനി പി രഹാദ എന്ന് എഴുതണം, പിന്നെ നമ്മൾ ജോക്കു ലോട്ടേസെ മൈലാഗന്ധ പാനി പി രഹാദ എന്ന് എഴുതണം. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. ജോക്കു പാനി പി രഹാദ, ജോക്കു മൈലാഗന്ധ പാനി പി രഹാദ, ജോക്കു ലോട്ടേസെ മൈലാഗന്ധ പാനി പി രഹാദ. ഓക്കെ, കറക്റ്റാണ്. അടുത്തത്, കോൻ ബീമാർ പട, ആരാണ് രോഗിയായി കിടക്കുന്നത്? ജോക്കും ഗംഗിയുണ്ട്, അതിൽ രോഗിയായി കിടക്കുന്നത് ആരാണ്? ഉത്തരം, ആരാണ്? ജോക്കു ആണ്. അടുത്തത്, പ്യാസ് കെ മാരെ രഹാ നഹി ജാത്ത, അസഹ്യമായ ദാഹം കാരണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കിസ്നെ കിസ്സെ കഹ,
ആര് ആരോട് പറഞ്ഞു? ഉത്തരം ജോക്കുനെ ഗംഗി സെ കഹ. ജോക്കു ഗംഗിയോട് പറഞ്ഞു. അടുത്ത തോടാ പാനി, ഇസ്മേ വിശേഷൺ ശബ്ദ കോൺസായേ. കുറച്ച് വെള്ളം, അതിലെ വിശേഷണം ഏതാണ്? കുറച്ച് വെള്ളം. തോടാ പാനി, അതിലുള്ള വിശേഷണം ഏതാണ്? തോട എന്നുള്ളതാണ്. അടുത്ത ഖറാബ് പാനി പീനേസെ ക്യാ ഹോഗ. ദുർഗന്ധമുള്ള ചീത്തയായ വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും? ഉത്തരം ഖറാബ് പാനി സെ ബീമാരി ബഡ് ജായേഗി. ദുർഗന്ധമുള്ള വെള്ളം കുടിച്ചാൽ രോഗം വർദ്ധിക്കും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ് മക്കളെ, ഖറാബ് പാനി മത്ത് പിയോ. ദുർഗന്ധമുള്ള വെള്ളം, അഴുക്കായ വെള്ളം കുടിക്കരുത്. ഈസ് വാക്യമേ വിശേഷൺ ശബ്ദ കോൺസായേ. ഖറാബ് പാനി എന്നുള്ളതിൻ്റെ അകത്തുള്ള വിശേഷണം ഏതാണ്? ഖറാബ് എന്നതാണ്. ഖറാബാണ്. ഓക്കെ, ഗന്ധാ പാനിയിൽ ഗന്ധയാണ്, ഖറാബ് പാനിയിൽ ഖറാബാണ്. ഓക്കെ, യെസ്. അടുത്ത് ഉസ്കി മേം നിഹിത് സർവനാം കോൺസായേ. ഉസ്കി എന്ന വാക്കിൻ്റെ അകത്ത് അടങ്ങിയ ഒരു സർവനാമം ഏതാണ്? ഉത്തരം ഏതാണ്? വഹ്. വഹ് പ്ലസ് കി സമം ഉസ്കി. അപ്പോൾ ഉസ് മുമ്പ് എന്തായിരുന്നു? വഹായിരുന്നു. അടുത്തത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, പാനി കി ഖറാബി കൈസെ ദൂർ ഹോ ജായേഗി. ഈ വെള്ളത്തിലെ ദുർഗന്ധം എങ്ങനെ, മാലിന്യം എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാണ്. ഉത്തരം ഉബാൽ ദേനേസെ. ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ പാനിക്ക് ഖറാബി ദൂർ ഹോ ജായേഗി. വെള്ളത്തിൻ്റെ ദുർഗന്ധവും മാലിന്യമൊക്കെ പോയി കിട്ടും. അടുത്തത് അടുത്ത നമ്മുടെ ചോദ്യം, ഗംഗി ദൂസരെ പാനിയിലായ എത്തിയേ. ഗംഗി ദൂസരെ പാനിയിലായ എത്തിയേ, വേറെ വെള്ളം കൊണ്ടുവരുന്നു. ഗംഗിക്ക് ബദലെ ജോക്കു കാ പ്രയോഗ കർക്കെ വാക്യ പുനർലേഖനം. ഗംഗിക്ക് പകരം ജോക്കു പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം എങ്ങനെ ഉണ്ടാവും? ജോക്കു ദൂസരെ പാനി ലായേ ദേത്താ ഹേ എന്നുള്ളതാണ് നമുക്ക് അതിന്റെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം, ഗംഗി കി രായ് മേം പാനി ഖറാബ് ഹോനെ കാ കാരൺ ക്യാ ഹേ. ഗംഗയുടെ അഭിപ്രായത്തിൽ വെള്ളം തകരാറായി പോകുന്നതിന്റെ കാരണം എന്തായിരിക്കാം? അവൾ ജോക്കിനോട് പറയുന്നത് എന്താ? കുവേ മേ കോയി ജാൻവർ ഗിർക്കർ മർ ഗയാ ഹോഗ. ഓ, കിണറിൽ എന്തോ ജീവി വീണ് ചത്തിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് ഇത് മലിനമാവുന്നത് എന്നാണ്. അടുത്തത് പാനിക്ക് ഖറാബി കൈസെ ദൂർ ഹോ ജായേഗി. വെള്ളത്തിന്റെ ഖറാബി, ചീത്തയായ അവസ്ഥ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ഉബാൽ ദേനേസെ പാനിക്ക് ഖറാബി ദൂർ ഹോ ജായേഗി. ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ദുർഗന്ധമൊക്കെ ഉണ്ടെങ്കിൽ പോലും രോഗാണുക്കളൊക്കെ അല്ലാതെ കുടിക്കാൻ പറ്റുമായിരുന്നു. ഗംഗി കിസ്കെ കുവേൻസെ പാനി ലേനെ ഗയി. ഗംഗി ആരുടെ കിണറിലാണ് അവസാന രാത്രിയിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോയത്? ഗംഗി ഠാക്കൂർ കെ കുവേൻസെ പാനി ലേനെ ഗയി. ജന്മിയുടെ കിണറിന്റെ അടുത്തേക്കാണ് വെള്ളം എടുക്കാൻ വേണ്ടി പോയത്. ഓക്കെ, അടുത്തത് ദുന്ദുലീസി റോഷ്നി, മങ്ങിയ വെളിച്ചം. ഇസ്മേ വിശേഷൺ ശബ്ദ കോൺസാ ഹേ. ഇതിലെ വിശേഷണ ശബ്ദം ഏതാണ്? വെളിച്ചത്തിനെ എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചത്? മങ്ങല് കൊണ്ടാണ്. അപ്പൊ ദുന്ദുലി എന്നതാണ്, മങ്ങിയ എന്നതാണ് അതിലെ വിശേഷണം. അടുത്തത് ഹം ക്യോ നീച്ച ഹേ. ഞങ്ങൾ എന്തുകൊണ്ടാണ് നീചരായത്? ഓർ യേ ലോഗ് ക്യോ ഊഞ്ച്. ഇവരെന്തുകൊണ്ടാണ് ഉയർന്നവരായത്? ഗംഗിക്ക് ഈസ് വിചാർ. ഗംഗയുടെ ഈ ഒരു ചിന്ത കിസ് സാമാജിക സമസ്യ കി ഓർ, ഏതൊരു സാമൂഹ്യ പശ്ചാത്തലത്തിലേക്കാണ് സങ്കേതകർത്താവ് വിരൽ ചൂണ്ടുന്നത്? ജാതി സമ്പ്രദായത്തിലേക്കാണ്. ഞങ്ങൾ എന്തുകൊണ്ട് താഴ്ന്നവരായി, അവരെന്തുകൊണ്ട് ഉയർന്നവരായി എന്നുള്ള ചിന്ത ജാതി സമ്പ്രദായത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അടുത്തത് ഖന്ദാദേന ഇസ്ക മത്തലബ് ക്യാ ഹേ. ഖന്ദാദേന എന്നത് പ്രയോഗം അതിനകത്ത് വരുന്നുണ്ട്. ഖന്ദാദേന നാനി മർത്തി എന്ന് പറയുന്നില്ലേ? അപ്പൊ ഖന്ദാദേന എന്നുള്ള അർത്ഥം എന്ത്? സഹായത കർണ എന്നാണ്. ഓക്കെ, അടുത്തത് തമ്പുരാന്മാർ സഹായം ചെയ്യാൻ പോലും മടിക്കുന്നു. കിസ്നെ ക്ഷണിക് സുഖക്കി സാസ്ലി. ആരാണോ ഒരു ക്ഷണിക് നൈമിഷികമായ സുഖത്തിന്റെ ദീർഘശ്വാസം അനുഭവിച്ചത്? അതായത് തമ്പുരാന്റെ വീട്ടിൽ എല്ലാവരും കിടന്നുറങ്ങി, ആ കിണറിന്റെ അടുത്ത് വെള്ളം എടുക്കാൻ വന്ന 2 സ്ത്രീകളും പോയി. അപ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു അനുഭവം തോന്നുന്നത്. ആർക്ക്? ഗംഗിക്ക്, ഗംഗീനെ എന്നാണ്. അവളാണ് ഒരു ദീർഘശ്വാസം അനുഭവിച്ചത്. ഓക്കെ, അടുത്തത് കോഷ്ടക് സെ ഉചിത് ശബ്ദ ചുൻകർ വാക്യ പിരമിഡ് കി പൂർത്തി കരേ. ബ്രാക്കറ്റിലെ വാക്യം ഉപയോഗിച്ച് വാക്യ പിരമിഡ് വെക്കാൻ. കുപ്പിക്ക് എന്ന വാക്കും ദുന്ദുലി എന്ന് മങ്ങിയ എന്ന വാക്കുണ്ട്. റോഷ്നി ആരഹിതി, വെളിച്ചം വരുന്നുണ്ടായിരുന്നു. റോഷ്നി കുവേപ്പർ ആരഹിതി, വെളിച്ചം കിണറിലേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ദുന്ദുലി റോഷ്നി കുവേപ്പർ ആരഹിതി, മങ്ങിയ വെളിച്ചം കിണറിലേക്ക് വരുന്നുണ്ടായിരുന്നു. അടുത്ത നമ്മൾ പറയുന്നുണ്ട് കുപ്പിക്ക് ദുന്ദുലി റോഷ്നി കുവേപ്പർ ആരഹിതി എന്നാണ് എഴുതേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് റോഷ്നി ആരഹീതി, റോഷ്നി കുവേപ്പർ ആരഹീതി, അത് ക്വസ്റ്റ്യനിലുള്ളതാണ്. അടുത്തത് ദുന്ദുലി റോഷ്നി കുവേപ്പർ ആരഹീതി, ഇവിടെ ദുന്ദുലിയാണ് നമ്മൾ ചേർത്തത്. അടുത്തത് കുപ്പിക്ക് ദുന്ദുലി, ബാക്കി റോഷ്നി കുവേപ്പർ ആരഹീതി. ഇങ്ങനെയാണ് എഴുതുന്നത്. 2 മാർക്ക്. ഓക്കെ മക്കളെ, ഇതാണ് നമുക്ക് ഗംഗയുടെ ഠാക്കൂർ കക്കുവ എന്നുള്ള പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് വസന്ത് മേരെ ഗാവുക്കായിലെ 1 മാർക്കിനും 2 മാർക്കിനും ആയിട്ട് കഴിഞ്ഞ 5 വർഷം ആഫിയൽ എക്സാമിനേഷനും അതുപോലെ തന്നെ
ആഫിയൽ എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും ഫൈനൽ എക്സാമിനേഷനും ചോദിച്ച ചോദ്യങ്ങൾ ഏത് എന്നുള്ളതാണ്. ഉത്തരം ചോദ്യങ്ങൾ ഇതാണ്. സാമൂഹിക ഭോജക്കെ ആയോജന്മേ ബഡോങ്കി ക്യാ ഭൂമികാഹെ. സമൂഹ സദ്യ ഉണ്ടാക്കുമല്ലോ നമ്മൾ ഫുൽദേവ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട്, അതിൽ വലിയവരുടെ പങ്ക് എന്താണെന്നാണ്. സാമൂഹിക ഭോജൻകെ ആയോജന്മേ, സാമൂഹിക സദ്യയുടെ പദ്ധതിയിൽ ബഡോങ്കി ഭൂമിക, വലിയവരുടെ പങ്ക് കേവൽ സലാഹ് ദേനെ തക്ക് സീമിതയെ, ഉപദേശം നൽകാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഫൂൽദേവ് കാ ത്യോഹാർ കിസ് ഋതുമേ മനായി ജാത്തെ. ഏത് സീസൺ വരുമ്പോഴാണ് നമ്മൾ ഫൂൽദേവ് ഫെസ്റ്റിവൽ കൊണ്ടാടുന്നത്? വസന്തകാലം വരുമ്പോഴാണ്. അടുത്ത നോക്ക്, സഹി വികൽപ്പ് ചുൻകറിലേക്ക് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതാൻ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. ബച്ചാ ഫൂൽ ചുൻതി ഹേ, ബച്ചാ ഫൂൽ ചുൻതേ ഹേ, ബച്ചാ ഫൂൽ ചുൻതാ ഹേ, ബച്ചാ ഫൂൽ ചുൻതേ ഹോ. ഇതിന്റെ അകത്ത് ശരിയായത് ഏതാണ്? ബച്ചാ ഫൂൽ സുൻതാ ഹേ. ഒരു കുട്ടീന്റെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ ബച്ചാ ഫൂൽ സുൻതാ ഹേ എന്നാ. എന്നാൽ ബച്ചേ എന്ന് തന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? ചുൻതേ ഹേ എന്ന് വരികയുള്ളൂ. അപ്പൊ ബച്ചാ ഫൂൽ ചുൻതാ ഹേ എന്ന് പറയുന്ന ഈ സെന്റൻസ് ആണ് നമുക്ക് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഓക്കെ. അടുത്തത് പശുചാരകോങ്കി ഖുഷിക്ക കാരൺ ക്യാ ഹേ. ആട്ടിടയന്മാരുടെ സന്തോഷത്തിന്റെ കാരണം എന്ത്? ഗംഗാമേ പാനിക്ക് ധാരാ തേജികെ. ഗംഗയിൽ വെള്ളം ശക്തമൊഴുകുന്നത് കൊണ്ടാണോ? അല്ല. മഹീനോ ബാദ് ഗർ ലൗട്ടിനേക്കാ സമയാകിയാഹേ. മാസങ്ങൾക്ക് ശേഷം അവർക്ക് തങ്ങളുടെ താവളങ്ങളിൽ തിരിച്ചു പോകാൻ സമയം വന്ന്, അതുകൊണ്ടാണ് ആട്ടിടയന്മാർക്ക് സന്തോഷം വരുന്നത്. സൂരജ് തപ് രഹാഹേ. സൂര്യൻ ചൂടാവുന്നു, കത്തിജ്വലിക്കുന്നു, ശരിയാണ്. പക്ഷേ അവർക്ക് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകാനുള്ള അവസരം വന്നതുകൊണ്ടാണ്. മഹീനോ ബാദ് ഗർ ലൗട്ടിനേക്കാ സമയാകിയാഹേ. മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം വന്നതുകൊണ്ടാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അടുത്തത് നോക്ക്, കോഷ്ടകെ ശബ്ദവും സെ പിരാമിഡ് की पूर्ति करे. ബ്രാക്കറ്റിലെ വാക്കുകൊണ്ട് പിരമിഡ് പൂർത്തിയാക്കണം. खुशी से गाँव गाँव में टोलियां घूमती है, बच्चों की टोलियां घूमती है എന്നിട്ട് നമ്മൾ എഴുതണം. അടുത്തത് खुशी से बच्चों की टोलियां घूमती है എന്ന് എഴുതണം. അടുത്തത് खुशी से गाँव गाँव में बच्चों की टोलियां घूमती है എന്ന് എഴുതണം. അങ്ങനെ എഴുതിയാൽ ഈസിയാണ്. ഇവിടെ നോക്കൂ, बच्चों की टोलियां गाँव गाँव में घूमती है എന്നും എഴുതാം. ബച്ചോं की टोलियां खुशी से गाँव गाँव में घूमती है എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും അതിന് മാർക്ക് കിട്ടും. ഓക്കെ, യെസ്. അടുത്തത് ദിശാഹീൻ ദിശയാണ് നമുക്ക് പഠിക്കാനുള്ള അവസാന പാഠം. ഓക്കെ, നോക്കൂ. ദിശാഹീൻ ദിശയില് കിസ്നെ കോട്ട് ഉദാർക്കർ മല്ലാഹു കൊതിയ. ആരാണ് തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ തന്റെ കോട്ട് നേരം വൈകി സാർ തണുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരാണ് കോട്ട് എടുത്തിട്ട് അബ്ദുൾ ജബ്ബാർ എന്ന് പറഞ്ഞ മല്ലാഹിൻ തോണിക്കാരന് കൊടുത്തത്? അവിനാശ് എന്ന് പറഞ്ഞ പത്രപ്രവർത്തനാണ് കൊടുത്തത്. മോഹൻ രാകേഷാണ് യാത്ര പുറപ്പെട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ. അടുത്തത് ഗാലിബിക്ക് ചീസ് ക്യാ താല്പര്യം. ഗാലിബിന്റെ ചീസ് എന്നത് ഉദ്ദേശിച്ചത് എന്താണ്? ഗാലിബിന്റെ ഉപന്യാസമാണോ, ഗാലിബിന്റെ ഗസലാണോ, ഗാലിബിന്റെ കഹാനിയാണോ, ഗാലിബിന്റെ നാടകമാണോ? മിർജാ ഗാലിബ് 9ാം ക്ലാസ്സിൽ പഠിച്ച മിർജാ ഗാലിബിന്റെ ഏതെങ്കിലും ചീസ് ഹേത്തോ ഗാവോ എന്ന് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ഉപന്യാസം, ഗസല്, കഹാനി, നാടക് ഏതാണ്? ഗസലാണ് ഉത്തരം. ശരിയായ ഉത്തരം ഗസലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, അവിനാശിനെ കോട്ട് ഉദാർക്കർ കിസ്കോ ദിയ. നേരത്തെ ചോദിച്ച അതേ ചോദ്യത്തിന് അവിനാശ് കോട്ട് ഊരിയിട്ട് ആർക്ക് കൊടുത്തു? മോഹൻ രാകേഷ് കോ ദിയ, ബൂഡെ മല്ലാഹ് കോ ദിയ, ഗരീബ് ദരിദ്രന് കൊടുത്തു, ഭിക്കാരിക്കോ ഭിക്ഷക്കാരന് കൊടുത്തു. ആർക്കാ കൊടുത്തത്? ബൂഡെ മല്ലാഹിനാണ് കൊടുത്തത്. ഓക്കെ. അടുത്തത് യഹാം ഗാലിബിക്ക് ചീസ് കാ താല്പര്യ ഹേ. ഗാലിബിന്റെ ചീസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നേരത്തെ നമ്മൾ ഷോർട്ട് ആയിട്ട് കൊടുത്തു ഉത്തരം എന്നാണ്. അത് ബ്രാക്കറ്റ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, ഉത്തരം ബ്രാക്കറ്റ് തരാതെ ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ ഗാലിബ് കി ചീസെ താല്പര്യ ഗാലിബ് കി ഗസലോം സെ, ഗാലിബിന്റെ ഗസലോടുകൂടി ഗസലിനെയാണ് എന്ന് എഴുതണം. ഓക്കെ. അടുത്തത് ബൂഡ മല്ലാഹ് അബ്ദുൾ ജബ്ബാർ ലൗട്ടിനേക്കോ ക്യോ കാത്തായ. രാത്രി 12 മണിയായി തിരിച്ചു പോവുക എന്ന് പറയാൻ കാരണം എന്ത്? സർദി ഓനേസെ കുളിർ വന്നതുകൊണ്ട്, ബാരിഷ് ഓനേസെ മഴ വന്നതുകൊണ്ട്, ഭൂക്ക് ലഘനേസെ വിശപ്പുള്ളതുകൊണ്ട്, അന്തേര ഓനേസെ ഇരുട്ട് വന്നതുകൊണ്ട്. ഏതാ ശരിയായ ഉത്തരം? സർദി ഓനേസെ കുളിർ വന്നതുകൊണ്ടാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഇത്രയും പാഠങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ 4 മാർക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വാക്യ പിരീഡ് അടക്കമുള്ളത്, നമുക്ക് വിശേഷൺ ശബ്ദം അടക്കമുള്ളത്, ബ്രാക്കറ്റ് തിരഞ്ഞെടുത്ത് എഴുതാനുള്ളത്, ശരിയായ വാക്യം ഏതെന്ന് ചോദിച്ചത്, ഇത്രയും കാലം ആഫീൽ എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും ഫൈനൽ എക്സാമിനേഷനും ഈ 5 പാഠങ്ങളിൽ നിന്ന് 5 വർഷങ്ങളായി ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ, അതിന്റെ ഉത്തരങ്ങളും പ്രവർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് വെച്ചത്. ഗംഭീരമായി മനസ്സിരുത്തി കാണുക, വീണ്ടും വീണ്ടും കാണുക. അങ്ങനെയാണെങ്കിൽ ആഫീൽ എക്സാമിനേഷന് നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട, ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്വന്തമാക്കാം. ഓക്കെ. ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാരത്തോൺ ലൈവുകളിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഗംഭീരമായിട്ട് എല്ലാ ഗ്രാമർ ടൈപ്പ് കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരും. അപ്പൊ നമുക്ക് ഈ തവണ ആഫീൽ എക്സാമിനേഷന് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. ഓക്കെ, ബൈ.